അപ്പോൾ ബാർസലോണ 3 അത്ലറ്റിക്കോ മാഡ്രിഡ് 1. ലാലിഗയിലെ ഈ മാച്ച് ഡേ അങ്ങനെ കഴിഞ്ഞിരിക്കുമ്പോൾ ബാർസ ഇപ്പോൾ 37 പോയിൻ്റ് ആയിട്ട് ലാലിഗയിൽ ടോപ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നൊരു ഉഗ്രൻ മാച്ച് എന്ന് പറയാൻ പറ്റില്ല. മാച്ചിൽ അതിൻ്റെതായ പോരായ്മകളുണ്ട്. സ്കോർ ലൈനിൽ നമ്മൾ കുറച്ചും കൂടി ബെറ്ററിൽ ഡിഫെൻഡ് ചെയ്തു, ഗോൾ സ്കോർ ചെയ്തു. പിന്നെ റാഫിന, യമാൽ, ലെവൻഡോസ്കി ആ ട്രിയോ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് കുറച്ചും കൂടി ഒരു ബെറ്റർ ഫസ്റ്റ് ഹാഫ് നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ കളി തുടങ്ങുമ്പോൾ തന്നെ ലൈനപ്പ് വന്നപ്പോൾ തന്നെ ഞാൻ കംപ്ലീറ്റ്ലി സർപ്രൈസ് ആയിരുന്നു. കാരണം എർഗാർസി ആയിരുന്നു ഞാൻ കുബാർസിൻ്റെ സെൻട്രൽ ബാക്ക് പെയറിംഗ് ആയിട്ട് പ്രതീക്ഷിച്ചത്. പക്ഷേ ജെറാൻ മാർട്ടിനെയാണ് ഫ്ലിക്ക് ഇറക്കിയത്. അതൊരു ടോട്ടൽ സർപ്രൈസ് ആയിപ്പോയി സത്യം പറഞ്ഞാൽ. കാരണം കഴിഞ്ഞ കളിയിൽ അൽവാസിനായിട്ട് ഇറക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു അത് അത്ലറ്റിക്കോ മാഡ്രിഡിനായിട്ടൊരു വലിയ കളി വരുന്നത് കൊണ്ട് ഡിഫൻഡേഴ്സിനെ റെസ്റ്റ് ചെയ്തായിരിക്കുന്നു. പക്ഷേ പുള്ളി അതിനെപ്പറ്റി സീരിയസ് ആണ്. നമ്മളെ ഒരു ലെഫ്റ്റ് ഫുട്ടഡ് CB ഇല്ലാത്തത് ജെറാഡ് മാർട്ടിനെ വെച്ചിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ഇപ്പോൾ പുള്ളി. പക്ഷേ ഒന്നും പറയാതിരിക്കാൻ വയ്യ, ജെറാഡ് മാർട്ടിൻ ഹാഡ് എ ഡീസൻറ്റ് ഗെയിം. നല്ല കളിയായിരുന്നു ജെറാഡ് മാർട്ടിൻ, ഒന്നും പറയാനില്ല. ആകെ ഒരു യെല്ലോ കാർഡ് കിട്ടിയെന്നല്ലാണ്ട് ജെറാഡ് മാർട്ടിൻ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. അൺവാർഡഡ് ടാക്കിൾസോ ഓഫ് സൈഡ് ട്രാപ്പ് കീപ്പ് ചെയ്യാണ്ടിരിക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടായില്ല. നേരെ മറിച്ച് കുബാർസി ആണെങ്കിൽ ഇന്നൊരു വളരെ മോശം കളിയായിട്ടാണ് എനിക്ക് തോന്നിയത്. കുബാർസി കാരണം ഫസ്റ്റ് ഗോളിന് ലീഡ് ചെയ്ത് അത്ലറ്റിക്കോ 22ാമത്തെ മിനിറ്റിലായിരുന്നു ഫസ്റ്റ് ഗോൾ അടിക്കുന്നത്. 22 ആ ഒരു ലെവലിലാണ് അത്ലറ്റിക്കോ ഫസ്റ്റ് ഗോൾ അടിക്കുന്നത്. അപ്പോൾ അതിൽ കുബാർസി 19ാമത്തെ മിനിറ്റിലാണ് അത്ലറ്റിക്കോ ഫസ്റ്റ് ഗോൾ അടിച്ചത്. അപ്പോൾ ആ ഇതിൽ കുബാർസിൻ്റെ ഒരു ഓഫ് സൈഡ് ലൈൻ മാനേജ്മെൻറ്റിലാണ് മൊത്തം പോയത്. കാരണം എന്ന് വെച്ചാൽ ആ ലൈൻ മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ട് കുബാർസി മാത്രം ആ ലൈൻ മെയിൻറ്റെയിൻ ചെയ്തില്ല. അങ്ങനെയാണ് ഫസ്റ്റ് ഗോൾ വരുന്നത് തന്നെ. അലക്സ് ബെനിയൻ്റെ ഒരു നല്ലൊരു ഫിനിഷ് ആയിരുന്നു. ഇത് കഴിഞ്ഞ് അവരൊന്ന് സെലിബ്രേറ്റ് ചെയ്ത് സെറ്റിലാകുമ്പോഴത്തേക്കും അണ്ണൻ ഇറക്കിടാ റാഫീന വന്ന് പെഡ്രിൻ്റെ ഒരു അടിപൊളി പാസ് റാഫീന തിരിച്ചടിച്ചു. അതെന്തുകൊണ്ടും ഒരു ക്വിക്ക് റെസ്പോൺസ് ആ കഴിഞ്ഞ സീസണിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ഇതിപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. അതായത് അവർ ഗോൾ അടിച്ചാൽ അപ്പോഴും തിരിച്ചടിച്ചിരിക്കും എന്നുള്ളൊരു മെൻറ്റാലിറ്റി കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഈ സീസണിൽ കണ്ടിട്ടില്ല. പക്ഷേ ഈ കളിയിൽ അത് കാണാൻ പറ്റി. അതായത് ഒരു 6 മിനിറ്റ്സ് ഗ്യാപ്പിൽ ഗോൾ നമ്മൾ തിരിച്ചടിച്ചു. റാഫീനക്ക് അത് അനിവാര്യമായിരുന്നു ആ ഗോൾ. കാരണം പുള്ളി ഇഞ്ചുറി കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു ബൂസ്റ്റാണ് അത്. പിന്നെ ഫിനിഷിൻ്റെ കാര്യം പറഞ്ഞാതിരിക്കാൻ വയ്യ. അതായത് 1-on-1 ആയിരുന്നു നമ്മളെ ഇവനായിട്ട് ഒബ്ലാക്കിനായിട്ട്. അത് നൈസായി പുള്ളി കട്ട് ചെയ്ത് ഒബ്ലാക്കിന് ഒരു ചാൻസും ഇല്ലാത്ത രീതിയിൽ ഓപ്പൺ പോസ്റ്റ് ആയിരുന്നു കൂളായിട്ട് ഫിനിഷ് ചെയ്ത്. അതുപോലെ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ അത്ലറ്റിക്കോനെ കുറച്ചും കൂടി ബെറ്ററായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റീന് അത്ലറ്റിക്കോനെ. അതായത് അൽവാരസിനെയും പിന്നെ നിക്കോ ഗോൺസാലസിനൊന്നും ഫസ്റ്റ് ഹാഫിൽ കണ്ടുതന്നെയില്ല. കംപ്ലീറ്റ്ലി ഔട്ടായിരുന്നു ഗെയിമിൽ നിന്ന് അൽവാരസ്. അത് ഒരു പ്ലസ് പോയിൻ്റ് ആയിരുന്നു. പിന്നെ മെയിനായിട്ട് പ്രശ്നം ഓഫ് സൈഡ് ട്രാപ്പ് ആ ഫസ്റ്റ് ഗോളിന് കീപ്പ് ചെയ്യാൻ പറ്റിയില്ല. അതായിരുന്നു ഫസ്റ്റ് ഹാഫ്. ഒരു ഡീസൻറ്റ് ഫസ്റ്റ് ഹാഫ് ആയിരുന്നു കളിയിൽ. സെക്കൻഡ് ഹാഫ് ബാർസനെ സംബന്ധിച്ചിടത്തോളം 2 ഗോൾ അടിച്ചെങ്കിലും വളരെ മോശം സെക്കൻഡ് ഹാഫ് ആയിരുന്നു. കാരണം ബോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല, ഗെയിം മാനേജ്മെൻറ്റ് ഇല്ല, പൊസിഷൻ കീപ്പ് ചെയ്യുന്നില്ല. പിന്നെ ഔട്ട് ഓഫ് നോവെയർ ടോട്ടൽ സർപ്രൈസിങ് സബ്സ്റ്റിറ്റ്യൂഷൻസാണ്. അതായത് കളി നമ്മൾ ഡാനി ഓൾമോ ഗോൾ അടിച്ചു, സെക്കൻഡ് ഗോൾ. അത് ഒരു പിൻബോൾ ഒരു സിനാരിയോ വന്നിട്ട് അതിൽ ലെവൻഡോസ്കിൻ്റെ അടുത്ത് ബോൾ കിട്ടി, പുള്ളി കിടിലമായിട്ട് ഫിനിഷ് ചെയ്തു ഡാനി ഓൾമോ ഹാഡ് എ ഡീസൻറ്റ് ഗെയിം, പറയാണ്ടിരിക്കാൻ പറ്റില്ല. നല്ല കളിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ പാട് റാഫീനെ ഇറക്കുന്നത്, റാഫീനെ സബ്സ്റ്റിറ്റ്യൂട്ട്. കാരണം റാഫീന ഉണ്ടാകുമ്പോൾ ആ ടീമിനുള്ള ആ ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. എന്താണെന്നറിയില്ല, എന്തോ ഒരു പോസിറ്റിവിറ്റി ഉണ്ട് റാഫീന ഉണ്ടാകുമ്പോൾ ടീമിൽ. എല്ലാവർക്കും ആ എനർജി. റാഫീന ഒരു ക്യാപ്റ്റൻ മെറ്റീരിയൽ തന്നെയാണ്. റാഫീനെ ഇനി ഫസ്റ്റ് ടൈം ക്യാപ്റ്റൻ ആക്കണം സത്യം പറഞ്ഞാൽ. റാഫീന ഒരു ക്യാപ്റ്റൻ മെറ്റീരിയലാണ്. റാഫീന ആ ടീമിനെ ബൂസ്റ്റ് ചെയ്യുന്നതും ആ ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും എല്ലാം ഒരു പറയാണ്ടിരിക്കാൻ പറ്റില്ല. അത്രയും നല്ലൊരു ക്യാപ്റ്റൻ, നല്ലൊരു ലീഡറാണ് പുള്ളി, പറയാണ്ടിരിക്കാൻ കഴിയില്ല. പിന്നെ അതുപോലെ 65 മിനിറ്റിൽ കഴിഞ്ഞപ്പോൾ സബ് ഇട്ടു. എന്തിനാണെന്നറിയില്ല, ഒരു പിടിയില്ല. അടുത്ത ആഴ്ച റയൽ ബെറ്റിസിനായിട്ടാണ്, അത്യാവശ്യം ഡേയ്സ് ഗ്യാപ്പ് ഉണ്ട്. അതായത് ഇനി ശനിയാഴ്ചയാണ് കളി വരുന്നത്. ഇന്ന്
ബുധനാഴ്ച ആയിട്ടുള്ളൂ. സോറി, ഇന്ന് ചൊവ്വാഴ്ചയാണ്. ഇനി അടുത്ത ശനിയാഴ്ചയാണ് കളി. അപ്പോൾ 4 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ എന്തിനാണ് റാഫീനെ ഇറക്കുന്നതെന്ന് അറിയില്ല. മേ ബി ചിലപ്പോൾ ഇഞ്ചറി കഴിഞ്ഞിട്ട് വന്നുകൊണ്ടായിരിക്കും. അത് ടോട്ടലി സർപ്രൈസിങ് ആണ്. പിന്നെ പെഡ്രിക്ക് ഇഞ്ചറി പറ്റുമോ എന്താണെന്ന് അറിയില്ല. പെഡ്രിയും അതായത് എന്തൊരു ഇഞ്ചറി പറ്റിയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അതിന് എത്രത്തോളം സീരിയസ് ആണെന്നുള്ളത് അറിയില്ല. പിന്നെ ലെവൻഡോസ്കിനെ സബ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മളെ ഫെറാനും റാഷ്ഫോർഡും ഞാൻ ഇറക്കിയത്. ടോട്ടലി സർപ്രൈസിങ് ആയിരുന്നു ഫെറാൻ്റെ ആ ഒരു ഗോള്. ആക്ച്വലി ഫെറാനും ഞാൻ എതിരാണെങ്കിലും ആ ഗോൾ നൈസ് ഗോളായിരുന്നു. റാഷ്ഫോർഡും ഫെറാനും നന്നായിട്ട് പ്രസ് ചെയ്തു സെക്കൻഡ് ഹാഫിന് ശേഷം. പക്ഷേ വേറെ ആരും പ്രസ് ചെയ്യുന്നില്ല. റാഷ്ഫോർഡ്, ഫെറാൻ, കസാഡോ ഈ 3 ആളല്ലാണ്ട് വേറെ ആരും പ്രസ് ചെയ്തിട്ടില്ല. അതിന് പോരാഞ്ഞിട്ട് 80 സംതിങ് മിനിറ്റ് ആകുമ്പോൾ നമ്മളെ യമാലിനെ ഇറക്കി. എന്നിട്ട് ക്രിസ്റ്റ്യൻസനെ ഇതാക്കി. അതായത് 5 മാൻ ഡിഫൻസ് ആക്കി. ഞാൻ എക്സ്പെക്ട് ചെയ്തത് ബാൾഡേനെ ലമീൻ്റെ പൊസിഷനിൽ കളിപ്പിക്കുന്നതാണ്. പക്ഷേ അതുണ്ടായില്ല. 5 ആൾ കൂടി ഡിഫെൻഡ് ചെയ്തായിരുന്നു. എന്തായാലും അത്ലറ്റിക്കോന് 1-2 ചാൻസുകൾ കിട്ടി. അൽമാഡക്ക് ഒരു നല്ല ചാൻസ് കിട്ടിയതാണ് അത്ലറ്റിക്കോന്. അതായത് കംപ്ലീറ്റ്ലി ജോൻ ഗാർസിയക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് പുള്ളി അടിച്ചത് പുറത്തോട്ടായി പോയി, പോസ്റ്റിന് പുറത്തോട്ടായി പോയി. ഇല്ലെങ്കിൽ അത് നൈസിൽ ഗോൾ കിട്ടി പണി കിട്ടേണ്ടതായിരുന്നു. പക്ഷേ അത്ലറ്റിക്കോന് 1-2 ചാൻസ് കിട്ടി. അതുപോലെ തന്നെ വേറെ ഒരു ചാൻസും കൂടി കിട്ടിയത് ആരും അടിച്ചാൽ എനിക്ക് ഓർമ്മയില്ല. അതും വൈഡനായിപ്പോയി. അപ്പോൾ എന്തുകൊണ്ട് നോക്കിയാൽ സെക്കൻഡ് ഹാഫ് വളരെ മോശമായിരുന്നു. തീരെ ഗെയിം മെയിൻ്റെനൻസ് ഇല്ല. പിന്നെ ബാർസലോണക്ക് പിന്നെ ഇതില്ല, പൊസിഷൻ ഉണ്ടായിട്ടില്ല സെക്കൻഡ് ഹാഫിൽ തീരെ. അട്ടർലി ഔട്ട് ഓഫ് നെവർ ആ തേർഡ് ഗോൾ വന്നു. അതായത് ഈ ഗെയിം ലാസ്റ്റോട്ട് ടുവേർഡ്സ് എൻ്റെ എക്സ്ട്രാ ടൈമിൻ്റെ ലാസ്റ്റിലോട്ടൊക്കെ ആകുമ്പോഴത്തേക്കും എവിടെ നിന്നൊന്നും ഇല്ലാണ്ട് ആ ഗോൾ കിട്ടി. അത് റാഷ്ഫോർഡും ഫെറാനും നന്നായിട്ട് ഇന്ന് പെർഫോം ചെയ്തിട്ടുണ്ട്. രണ്ടാൾ നല്ലോണം പ്രസ് ചെയ്ത്, ഫ്രണ്ടിൽ നിന്ന് നല്ലോണം പ്രസ് ചെയ്ത്. അവർ രണ്ടാൾ മാത്രം ഫ്രണ്ടിൽ ഉണ്ടായിട്ടില്ല യമാലിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷന് ശേഷം. അപ്പം ഫ്രണ്ടിൽ നിന്ന് നല്ലോണം പ്രസ് ചെയ്തിട്ട് നല്ല രീതിയിൽ അവർ കളിച്ചു. അതേപോലെ തന്നെ ബാൾഡേൻ്റെ ഒരു അസിസ്റ്റും ഉണ്ടായി ആ ഫെറാൻ്റെ ഗോളിന്. നൈസ് ഫിനിഷും ആയിരുന്നു. അപ്പം എന്തുകൊണ്ട് ഈ റിസൾട്ട് നമുക്ക് പോസിറ്റീവാണ്. കാരണം നമ്മളെ ലാലിഗയിൽ 37 പോയിൻ്റ് ആയിട്ട് ഇപ്പം ഫസ്റ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടൊരു പ്ലസ് പോയിൻ്റ് ആണ്. ഇനി നാളത്തെ റയൽ മാഡ്രിഡ് അത്ലറ്റിക് ബിൽബാവോ മാച്ചിൽ എന്തിനു സംഭവിച്ചാലും നമുക്കത് ഗുണകരമാണ്. കാരണം ഇപ്പോൾ ടേബിൾ 37 പോയിൻ്റ് ആയിട്ട് ഫസ്റ്റ് ഉണ്ട് നമ്മൾ. അതെന്തുകൊണ്ടും ഒരു പ്ലസ് പോയിൻ്റ് തന്നെയാണ്. പിന്നെ ഇതിപ്പം റയൽ നാളത്തെ കളി ജയിച്ചാലും 36 ആവുള്ളൂ. അപ്പോൾ നാളെ എന്തും സംഭവിക്കാം. ചിലപ്പോൾ അത്ലറ്റിക് ക്ലബിൻ്റെ ഹോമിലാണ് കളി. അപ്പോൾ ചിലപ്പോൾ ഡ്രോ ആവാൻ, ചിലപ്പോൾ ഡിഫീറ്റ് ആവാൻ. കഴിഞ്ഞ സീസണിൽ ഒരു ഡിഫീറ്റ് കിട്ടിയ സ്ഥലമാണ് റയൽ മാഡ്രിഡിന് സാൻ മാമസ്. അപ്പോൾ ചിലപ്പോൾ ഒരു ഡിഫീറ്റ് കിട്ടിയാൽ അത് എന്തെങ്കിലും ബൂസ്റ്റാണ് നമുക്ക്. കാരണം 4 പോയിൻ്റ് ലീഡാവും. ഡ്രോ ആയാലും അത് ഒരു 3 പോയിൻ്റ് ലീഡിലേക്ക് ചുരുങ്ങുന്നേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല. ഇന്നത്തെ കളി ടീമിൻ്റെ കംപ്ലീറ്റ് പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഹാപ്പി അല്ല. പക്ഷേ ഫസ്റ്റ് ഹാഫ് വാസ് വേ ബെറ്റർ ദാൻ സെക്കൻഡ് ഹാഫ്. കുറച്ചും കൂടി കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും നാളത്തെ റയൽ മാഡ്രിഡിൻ്റെ കളി കഴിഞ്ഞിട്ട് റയൽ മാഡ്രിഡിൻ്റെ കളി നമുക്ക് വാച്ച് ലോങ് ചെയ്യാം. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.